അജ്മീർ സിയാറത്ത് യാത്രയിൽ ഹൈദരാബാദിലെ മക്കാമുകളിലൂടെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത്. ഹൈദരാബാദ് നാംപള്ളി ദർഗാ ഷരീഫിന് തൊട്ടടുത്തുള്ള യൂസുഫൈൻ ദർഗയും കമോഷ് ദർഗയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 357-ാമത്തെ എപ്പിസോഡ്. അജ്മീർ സിയാറത്ത് യാത്ര മലപ്പുറം ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ സിറ്റിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയും കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദും സന്ദർശിച്ച് കർണാടകയിലെ ബാംഗ്ലൂരിലെ തവക്കൽ മസ്താൻ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്ത് ശേഷം ആന്ധ്രാപ്രദേശിലെ പെനുക്കൊണ്ട ദർഗയിലും സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് യാത്രയാകുന്നത്. ആന്ധ്രാപ്രദേശിലെ വളരെ പ്രശസ്തമായ ദർഗയാണ് പെനുക്കൊണ്ട ദർഗ. പെനുക്കൊണ്ട ദർഗയുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ സിയാറത്ത് ചെയ്തതിന് ശേഷം പെനുക്കൊണ്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ഹൈദരാബാദിലേക്ക് ട്രെയിൻ കയറിയത്. പിന്നെ പെനുക്കൊണ്ട ദർഗയുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. 349-ാമത്തെ എപ്പിസോഡാണ്. കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടത്. കേരളത്തിൽ നിന്ന് നേരിട്ട് ഹൈദരാബാദ് വരുന്നവർക്ക് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ വഴി ഹൈദരാബാദിലെ സ്റ്റേഷനുകളിൽ എത്തിച്ചേരാവുന്നതാണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഹൈദരാബാദ് ടൗണിൽ തന്നെയുള്ള കാച്ചക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ ബസ്സിനാണ് നാംപള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ റെയിൽവേ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തുള്ള ദർഗ സിയാറത്ത് ചെയ്യാനാണ് അങ്ങോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത മാർഗം ഇവിടുത്തെ ഗവൺമെൻറ് ബസ്സുകളായിരുന്നു. ഇവിടുത്തെ ബസ്സിന് വൺ ഡേ പാസ് 130 രൂപയാണ്. ആ പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് സിറ്റിയിലെ ഏത് ബസ്സിലും ഒരു ദിവസം മുഴുവനായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നാംപള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇപ്പോൾ സ്റ്റേഷൻ്റെ മുമ്പിലൂടെ അങ്ങനെ നേരെ മക്കാമ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കാമിൻ്റെ തൊട്ട് മുമ്പ് തന്നെ മറ്റു 2 മഹാന്മാരുടെ മക്ബറ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖാജ ഇലാഹി ബഖ്ഷ് ഷാ, ഖാജ അബ്ദുൽ അസീസ് ഷാ എന്നീ 2 മഹാന്മാരുടെ മക്കാമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഹൈദരാബാദിലെ തന്നെ വളരെ പ്രശസ്തമായ യൂസുഫൈൻ ദർഗ. ഇതാണ് യൂസുഫൈൻ ദർഗ. മഹാരഥന്മാരായ യൂസുഫൈൻ, ഷെരീഫൈൻ എന്നീ 2 മഹാരഥന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഷാം ദേശക്കാരായ 2 പേരും മക്കയിലേക്ക് ഹജ്ജിനെത്തിയ സമയത്ത് ഷെയ്ഖ് ആളം പീർ കലീമുള്ള റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ഷെയ്ഖിൻ്റെ കൂടെ ഇന്ത്യയിലേക്ക് പ്രബോധനത്തിനായി പുറപ്പെടുകയും ഡൽഹിയിലെത്തി. പിന്നീട് ഡൽഹിയിൽ നിന്ന് ഔറംഗസേബ് റളിയല്ലാഹു അൻഹു ഡെക്കാൻ്റെ ഭരണം പിടിച്ചെടുത്ത സമയത്ത് അവരുടെ സൈന്യത്തിൽ ചേരുകയും അങ്ങനെ ഹൈദരാബാദിൽ എത്തുകയുമാണ് ഉണ്ടായത്. അവരുടെ മക്ബറ കൂടാതെ ഇവിടെ ഒരുപാട് മഹാരഥന്മാർ ഈ ഭാഗങ്ങളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഇവിടെ ഈ കാണുന്ന മഖാമ് ഷെയ്ഖ് അഹമ്മദുൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട 2 മഹാരഥന്മാരുടെ മക്ബറയാണ്. അങ്ങനെ അവിടുത്തെ സിയാറത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇവിടെ ഈ 2ാമത്തെ ഗേറ്റ് ഉണ്ട്, ചെറിയ ഗേറ്റ്. ആ ഗേറ്റിലൂടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വഴിയിലൂടെ അല്പം നടന്നു കഴിഞ്ഞാൽ കാണുന്ന വലത്തോട്ടുള്ള ഈ വഴിയിൽ കിടന്ന് നേരെ നമുക്കൊരു ഗേറ്റ് കാണാം. ആ ഗേറ്റിലൂടെ നേരെ ചെന്നാൽ കാമോഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹസ്രത്ത് ഷാ കാമോഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നേരെ മുമ്പിൽ അവരുടെ ദർഗ കാണാൻ കഴിയും. മഹാനുഭാവൻ്റെ കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊത്ത് കളിക്കുന്ന സമയത്ത് ഷെയ്ഖ് ബന്ദ് അലി ഷാ എന്ന മഹാനുഭാവൻ അവരുടെ അടുക്കലെത്തുകയും ഒരു ഉപ്പിൻ്റെ പൊതി നൽകുകയും ചെയ്തു. അതിനുശേഷം ആത്മീയ വഴിയിലേക്ക് ഉയർന്ന ബഹുമാനപ്പെട്ടവർ അജ്മീറിലെത്തുകയും ഒരുപാട് വർഷങ്ങളോളം അവിടെ താമസിക്കുകയും ചെയ്തു. പിന്നീട് ഖാജ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പഞ്ചാബിലെ മാണിക്കപ്പൂരിൽ ഷെയ്ഖ് മൂസ ഖാദിരി റളിയല്ലാഹു അൻഹുവിൻ്റെ സവിധത്തിലെത്തുകയും അവിടെയും ഒരുപാട് കാലം താമസിക്കുകയും ചെയ്തു. അങ്ങനെ വിലായത്തിൻ്റെ ഉന്നത പദവിയിലെത്തിയ മഹാനുഭാവൻ ഹൈദരാബാദിലേക്ക് തന്നെ തിരിച്ചെത്തി. ഒരുപാട് വലിയ കറാമത്തുകൾ കാണിച്ച മഹാനുഭാവൻ ഇന്ന് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇവിടുത്തെ ഈ വാതിൽ ജന്നത്തി ദർവാസ എന്നാണ് അറിയപ്പെടുന്നത്.
മഹാനായ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റളിയല്ലാഹുവിനുമാണ് അതിന് ആ പേര് വെച്ചത്. എല്ലാ വർഷവും മുഹറം മാസത്തിലെ ഒരു ദിവസത്തിൽ മാത്രമാണ് ഈ വാതിൽ തുറക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ മഹാൻ്റെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഹൈദരാബാദിലെ മറ്റു മക്കാമുകളുടെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.